ഡിയർ ഫ്രണ്ട്സ്, ഒരു വീട്ടിലെ വിളക്കെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ. ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഈ ഒരു ദിവസം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണല്ലോ. ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് ആചരണത്തിന് തുടക്കം കുറിക്കാം. ഇന്നത്തെ പ്രത്യേകത ഒന്നുകൂടി പറയാം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം എന്നീ മേഖലകളിൽ വനിതകൾ നേടിയ വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന്. ഈ കൈകൾ ആരുടേതെങ്കിലും ആവട്ടെ, അമ്മ, അമ്മമ്മ, അച്ഛമ്മ, ഭാര്യ, പെങ്ങള്, മോള്, അടുത്തിയമ്മ, മാമി, വീട്ടിലെ സഹായി, എന്തായാലും ആ കൈകളിലെ ചടുലതയ്ക്ക് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. അവകാശത്തിൻ്റെതോ തുല്യതയുടെയോ അല്ല. ആ ചടുലതയ്ക്ക് ആക്കം കൂട്ടണമെങ്കിൽ ഒരു കരുതൽ കൊടുക്കണം. അത് അച്ഛനിൽ നിന്നോ, ഭർത്താവിൽ നിന്നോ, ആൺമക്കളിൽ നിന്നോ, ആങ്ങളമാരിൽ നിന്നോ ആകാം. വീട്ടുകാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീടും പരിസരവും വൃത്തിയാക്കൽ, പശുപരിപാലനം എന്ന് വേണ്ട അവളുടെ കൈകൾ എത്താത്ത മേഖലകളില്ല. മാത്രമല്ല, മഴയോ വെയിലോ വകവെക്കാതെ ചെടികൾ നട്ടുനനച്ചും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചും പൂന്തോട്ട പരിപാലനം നടത്തിയും 24 മണിക്കൂറും അവളുടെ കൈകൾ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഇവളുടെ സമത്വവും സ്വാതന്ത്ര്യവും. അങ്ങനെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഇടപെട്ടു, സൗഹൃദ സന്ദർശനം നടത്തിയും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും തൻ്റേതായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കണമെങ്കിൽ അവൾക്ക് ഒരു കരുതൽ വേണം. ആ കരുതലാണ് സമത്വമാണ് പ്രധാനമെന്ന സന്ദേശത്തിലൂടെ ഇന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നത്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.